ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ അടുക്കളയിലൊക്കെ കയറി പുലർച്ചത്തെ പരിപാടി കടയത്തൊക്കെ കഴിഞ്ഞിട്ടത് വീട്ടിൽ തന്നെ. അപ്പോൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലി ചെമ്പിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ കഴിഞ്ഞപ്പോൾ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നു. കുറേ പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മീൻ വറുത്തതിൻ്റെ അങ്ങനത്തെയൊക്കെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. ഒരു കടയ്ക്ക് കൊണ്ടുപോകണ കാരണം. അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകി വേഗം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് വേണം, കുളിച്ചിട്ടില്ല, ഞാൻ കുളിക്കാൻ പോകണം, മക്കളെ കുളിപ്പിച്ച് കൊടുക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഇതാ വേഗം പാത്രമൊക്കെ കഴുകി ഒക്കെ സെറ്റാക്കി അവിടെ ഇങ്ങനെ ക്ലീനാക്കി ഇങ്ങനെ കിടക്കണം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ടൊക്കെ നല്ല വൃത്തിയാക്കാണ്ട്. അപ്പോൾ അതാ ഇഡ്ഡലിയൊക്കെ ഇറക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു പഴം ഇട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഡ്ഡലിയോട് വലിയ താല്പര്യമില്ല, പക്ഷേ മോനും മോളും എപ്പോഴും ഇഡ്ഡലി തിന്നുള്ളൂ. അവർക്ക് ഇഡ്ഡലിയും ചട്നിയും മാത്രം മതി കേട്ടോ. നിങ്ങളെ മക്കൾക്കൊക്കെ അങ്ങനെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇവർക്ക് എപ്പോഴും ഇഡ്ഡലി ദോശ അത് മാത്രമേ പറ്റുള്ളൂ. വേറെ ഒരു ചായക്കടിയൊന്നും താല്പര്യമില്ല, പൊതുവെ കഴിക്കാറുമില്ല കേട്ടോ. അപ്പോൾ അതാ എനിക്കൊരു പഴം ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുഴുങ്ങി എടുത്തിട്ട് അത് കഴിക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തിട്ട് കിട്ടണില്ല. അപ്പോൾ അതാണ് ഞാൻ പിന്നെയും എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ കഴിഞ്ഞു. ഞാൻ കുറേ ചെടികളുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ എനിക്ക് അറിയാം, ചെടികൾ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ടാക്കിയത്. അപ്പോൾ കുറേ പൂക്കളും കുറേ ചെടികളും പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ കുറച്ച് പൈപ്പിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പിടിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് എല്ലാ സൈഡിലേക്ക് ആയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പൈപ്പ് കുറച്ച് ലെങ്ത്ത് കുറവാണ്, അത് കാരണം ഒരു സൈഡിൽ നിന്നിട്ട് തന്നെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചെടികൾ കേട്ടോ. അപ്പോൾ പുഴുക്കടി ഉണ്ട്. ഇപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതിൻ്റെ ചെടിയൊക്കെ കൊടുക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ ഒരു മരുന്ന് പറഞ്ഞു, അതിനെക്കാട്ടി നല്ല നമ്മളെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഇല്ലേ, അത് തലേദിവസം വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് ഒന്ന് ഇങ്ങനെ തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതുമ്മയ്ക്ക് ചെയ്യാച്ചിട്ട് നിന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ. ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ ചെടിയിലേക്ക് നല്ല ഇഷ്ടപ്പെട്ട്, നല്ല ഒരു വെറൈറ്റി ജമന്തി, നല്ലൊരു ക്രോസിങ് ടൈപ്പിൽ വരുന്ന കേട്ടോ, നല്ല കളറും. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടി കേട്ടോ. പിന്നെ എല്ലാവിധ ചെടികളും ഉണ്ട്. ജമന്തി, ചെണ്ടാമല്ലി, കാശിത്തുമ്പ, അങ്ങനത്തെ എല്ലാ മോഡൽ ചെടികളൊക്കെ കുഞ്ഞു തൈകളായിരുന്നു. ഒരു മാസം കൊണ്ടാത്ത അത്രയും പെട്ടെന്ന് എൻ്റെ അത്രയ്ക്ക് ഹൈറ്റ് ആയിരിക്കണം. അത്രയും ഞാൻ നുണ പറഞ്ഞല്ല കേട്ടോ. നല്ല ഹൈറ്റിലാണ്. പക്ഷേ ചിലതൊക്കെ കുഞ്ഞിതാകുമ്പോൾ തന്നെ പൂ കിട്ടും. പക്ഷെ ഇത് നല്ല ഹൈറ്റില്ലാട്ടാ പൂ വിട്ടത്. അപ്പോൾ ഈ ഒരു മുളകും തൈ ഞാൻ വെച്ചിട്ട് കുറേ മുളകുണ്ടായിട്ടുണ്ട്, വാങ്ങി വെച്ചതാ. പിന്നെ അതുപോലെ തന്നെ ഒരു മുളകും തൈയാണ് ഇട്ടത്, കുട്ടിയമ്പ വെച്ചതാണ്. അപ്പോൾ നല്ലതാ, പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. എന്താ ഉണ്ടാവുക എന്നൊന്നും അറിയത്തില്ല. അത് നമ്മൾ ഇവിടെ എടപ്പാളിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. 3 രൂപയോ 10 രൂപ എന്തൊട്ടായിട്ട് 10 രൂപയ്ക്ക് 3 അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിയതാണ്. വഴുതനത്തൈ, മത്തൻ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒന്നും പൂവിട്ടിട്ടില്ല. ഇത്ര പോന്നെയാകുമ്പോൾ ഞാൻ വെച്ചാണ് കേട്ടോ. ആ കുഞ്ഞ് തൈ മുളകും തൈ അത് ഇത്രയും വലുതായി. അപ്പോൾ മറ്റേതൊക്കെ അതേപോലെ തന്നെ ആ സെയിം സാധനം വലുതായിട്ടില്ല. അപ്പോൾ ഒരു പേരത്തൈ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ വേപ്പിൻ്റെ ഇല ഉണ്ട്. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ വീട്ടിലൊക്കെ നല്ല മരമായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടി ഇതിൽ തെളിച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ അത് പുഴുവിൻ്റെ ഇതൊക്കെ മാറുമെന്ന് പറഞ്ഞ കാരണം കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്താ പാടുന്നറിയില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചായ കുടിക്കായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു, ചായ കുടിച്ചു, പഴവും പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചായ കുടി ഇതൊക്കെയാണ്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ ഒരാൾ ചാർജറിൻ്റെ വയറായിട്ട് കളിക്കുന്നുണ്ട്. ആൾ ബാക്കിൽ നിന്നിട്ട് അത് കടിച്ച് മുറുകി ഇനി പോയി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നോക്കുക കേട്ടോ. കടിച്ചിട്ട് എത്തടിച്ച് അപ്പോഴും പാടല്ലേ, അതാണ് നോക്കണത്. ഭാഗ്യത്തിന് സ്വിച്ചൊക്കെ ഓഫാണ്. അപ്പോൾ അതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ചീത്ത പറയാൻ ഭാഗമില്ലാത്ത കാരണം ഇങ്ങനെ ഞാൻ കാണിച്ചിട്ട് ഇതാണ് അവളെ പണി. എൻ്റെ ബാക്കിൽ നിന്ന് ഇതൊക്കെയാണ് അവൾക്കുള്ള പണി. അപ്പോൾ അതൊക്കെ സെറ്റായി, ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വേഗം ചായ കുടിച്ചിട്ടാണ് അടുത്ത പണിക്ക് നിൽക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു 10-10:30 ആകുമ്പോൾ ഇഡ്ഡലി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശന്നു. ഈ ഒരു പഴം നിന്നപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ വേഗം ഒരു 4 ഇഡ്ഡലിയും ചമ്മന്തി ബാക്കിയുണ്ടായി. അപ്പോൾ അടുത്ത് കഴിച്ചു. പിന്നെ ഇന്നൊക്കെ ഇതായിരുന്നു കേട്ടോ ഫുഡ്. മത്തക്കിലിശ്ശേരി, ബീട്രൂട്ട് ഉപ്പേരി എല്ലാം ഉണ്ടാവും. കാരണം നമുക്ക് ഹോട്ടലുള്ള കാരണം എന്നും ഇതുപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ കുറേശ്ശെ എടുത്ത് വയ്ക്കും നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് അടി ഉച്ചത്തെ കഴിഞ്ഞു. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു, പാലും മിൽക്ക് മെയ്ഡൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി
പുഡിങ് ഉണ്ടാക്കാച്ചിട്ട് ആദ്യം ഒരു പാത്രം വെക്കുക, അതിലേക്ക് കുറച്ച് ബ്രെഡൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് 4 സൈഡും കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കണം, ഫില്ല് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കുഞ്ഞൊരു പാത്രം ഇപ്പോൾ തൽക്കാലത്തിന് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതോ പാത്രം വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ എടുത്തു സെറ്റ് ചെയ്ത് വെച്ചു. ഫുള്ള് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് വേണം ഇതാക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ചുറ്റുഭാഗം വെച്ച് ഇത് വെച്ചിട്ട് തീരണമില്ലല്ലോ. ഇങ്ങനെ അതൊക്കെ വെച്ച് ചുറ്റുഭാഗം വെച്ച് നല്ല വൃത്തിയാക്കി വെക്കണം കേട്ടോ. എൻ്റെ വൃത്തിയൊന്നും ഇല്ല, എന്നാലും ഞാൻ തട്ടിക്കൂട്ടി വെക്കാച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് സെറ്റായിട്ട് വന്നപ്പോൾ 1 കപ്പ് പാലുണ്ടായിരുന്നു. അപ്പോൾ ആ പാലിലേക്ക് തോനെ മിൽക്ക് മേഡ്, ഞാൻ നല്ല മധുരയ്ക്ക് ഭയങ്കര അത്ര മധുരം ഇഷ്ടമല്ലെങ്കിലും എന്നാലും ആവശ്യത്തിനൊക്കെ വേണം കേട്ടോ. നല്ല മധുരം കുറവാണ് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് കാരണം കൂടി കുറച്ച് തോനെ മിൽക്ക് മേഡ് എടുത്ത് ഒഴിച്ചു. അപ്പോൾ അതൊക്കെ ഒഴിച്ചതിന് ശേഷം അടുത്ത് ഇതുപോലെ തോന ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ പാകത്തിന് ഞാൻ മധുരം പാകത്തിന് ഒഴിച്ചു. അപ്പോൾ നിങ്ങളുടെ പാകത്തിന് എത്ര വെച്ചാൽ കൂടുതലോ കുറവോ എങ്ങനെ വെച്ചാൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ മേലെ ബ്രെഡൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലൊക്കെ നല്ല ടോപ്പിങ്ങിന് നല്ല ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഒന്ന് കുതിരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചുറ്റും നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി വെക്കണം, എന്നാലേ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല പ്ലംബിങ് ടൈപ്പിലായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഇതിങ്ങനെ ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് കിക്കേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പനിയെത്തി കൊടുത്തയച്ച് കുറച്ച് കിക്കേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബാലൻസ് വന്നപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ടോപ്പിങ്ങിന് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല ഫില്ല് ചെയ്തിട്ട് ചുറ്റുഭാഗം ഒക്കെ സെറ്റാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ടോപ്പിങ്ങിലൊക്കെ സെറ്റാക്കി വെച്ചു. ഫസ്റ്റ് ലെയർ ഇട്ടപ്പോൾ തോന്നുന്നുണ്ട്, സെക്കൻഡ് ലെയർ ഇട്ടപ്പോൾ കുറഞ്ഞു പോയി. എന്നിട്ട് അടുത്ത രണ്ടാമത്തെ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തു. എന്നിട്ട് ബ്രെഡൊക്കെ അതിൻ്റെ മേലെ ഒന്നുകൂടി ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചെടുക്കുക. അപ്പോൾ ഞാൻ വേഗം കാണിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ലാഗ് അടിക്കും, അതുകൊണ്ടാട്ടോ. പിന്നെ ഇതുപോലെ മിൽക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ടോപ്പിങ്ങിൽ ചോക്ലേറ്റ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ മിൽക്ക് മേഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു മോഡൽ ഇങ്ങനെ കൊടുത്തു എന്നുള്ള അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വെച്ചാൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ടോപ്പിങ്ങിൽ വെച്ചു. പിന്നെ കുറച്ച് ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ചേച്ചി വരുമ്പോൾ ഇന്നലെ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഇനി തിന്നണോ തിന്നണ്ടേ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ഐഡിയ ഉദിച്ചാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുക വെച്ചാൽ. അതിൻ്റെ മേലെ കുറച്ചും കൂടി മിൽക്ക് മേഡ് ഇങ്ങനെ ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് ഒരു കളർഫുള്ളായില്ലേ. കളർഫുൾ ആയില്ലെങ്കിലും കുഴപ്പമില്ലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ടൊക്കെ അടച്ച് നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കണം കേട്ടോ. ഫ്രീസറിലാണ് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും സെറ്റാവും, അപ്പോഴേക്കും സെറ്റപ്പ് ആവും. അതിലൊരു ചെറിയൊരു ബോക്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ 2 ലഡു ഉണ്ടായിരുന്നു, അത് കഴിക്ക് കയറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ എന്താ ലഡു വെക്കണമെന്ന് വിചാരിക്കരുത്, ഞാൻ തൽക്കാലം വെച്ചാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഈ രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കേണ്ട വെച്ചിട്ട് ഞാൻ വേഗം ഒരു അവിയിലൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിട്ടോ. അപ്പോൾ എൻ്റെ അവിയിൽ ഇങ്ങനെ കേട്ടോ, വേഗം കഷ്ണം കൊണ്ട് ജസ്റ്റ് ഒരു കുക്കറിൽ ഒരൊറ്റ വിസിലടിച്ചിട്ട് അതിലേക്ക് തേങ്ങയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്യണം. എന്നിട്ട് അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സെറ്റാക്കി വെച്ചു. അപ്പോൾ രാത്രിക്ക് കുറച്ച് രസം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ സീ യു. ഞാൻ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ആദ്യമായിട്ട് അത്രയും ലെങ്ത്തിലൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ സീ യു.